നവകേരള സദസ്സിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ 982 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. പദ്ധതികളുടെ നടത്തിപ്പിനായി സംസ്ഥാന ആസൂത്രണ ബോർഡ് തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങൾ ഭേദഗതിയോടെ അംഗീകരിച്ചു. മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. വിവരങ്ങളുമായി എസ് ശ്രീജയുണ്ട്. ശ്രീജ, നിർണായകമായ തീരുമാനങ്ങളാണ് മന്ത്രിസഭായോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. വിവരങ്ങൾ. തീർച്ചയായും ഏതായാലും നവകേരള സദസ്സിൽ ഉയർന്നു വന്ന വികസന പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി 982.01 കോടി രൂപ അനുവദിക്കാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. പദ്ധതികളുടെ നടത്തിപ്പിനായി സംസ്ഥാന ആസൂത്രണ ബോർഡ് തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങൾ അത് ഭേദഗതിയോടെയാണ് മന്ത്രിസഭ അംഗീകരിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും 140 നിയമസഭാ മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് ജനങ്ങളുമായി സംവദിച്ചിരുന്നു. ആ സംവാദത്തിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളാണ് വികസന പദ്ധതികളായി നടപ്പാക്കുന്നത് എന്നുള്ള കാര്യവും മന്ത്രിസഭാ യോഗം വിലയിരുത്തിയിട്ടുണ്ട്. ഏതായാലും നവകേരള സദസ്സിൽ വിവിധ വിഭാഗം ജനങ്ങൾ ആവശ്യപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും മുൻഗണന അനുസരിച്ച് അനുമതി നൽകുന്നതിനും അതോടൊപ്പം തന്നെ സാങ്കേതികമോ മറ്റു കാരണങ്ങളോ മൂലം നിലവിലെ പദ്ധതികൾക്ക് പകരം പുതിയ പദ്ധതികൾ അംഗീകരിക്കുവാനുള്ള അനുമതി അത് നൽകാൻ ചീഫ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ എന്നിവരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്താനും അധികാരപ്പെടുത്താനും നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും മറ്റൊരു നിർണായകമായ തീരുമാനം എന്ന് പറയുന്നത് ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാനും ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വലിയ തോതിൽ നേരിടുന്ന ഒരു ഭീഷണിയാണ് വന്യജീവി ആക്രമണം എന്ന് പറയുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഇന്ന് മന്ത്രിസഭാ യോഗം എടുത്തിരിക്കുന്നത്. കാട്ടുപന്നികളെ കൂടാതെ മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന മറ്റ് വന്യജീവികളെയും കൊല്ലുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടുന്നതിന്റെ ഭാഗമായി വനം വന്യജീവി വകുപ്പിനെയാണ് അതിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നിയമവകുപ്പ് സെക്രട്ടറിയുമായി കൂടിയാലോചിച്ച് ഇക്കാര്യത്തിൽ ആവശ്യമായ നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശം സമർപ്പിക്കാൻ വനം വകുപ്പ് സെക്രട്ടറിയെയും ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും കൃഷിക്കും ജീവനും സ്വത്തിനും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ ഉപാധികളോടെ കൊല്ലുന്നതിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിക്ഷിപ്തമായ അധികാരം അത് ഓണററി വൈൽഡ് ലൈഫ് വാർഡന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന് എന്ന രീതിയിൽ ഡെലിഗേറ്റ് ചെയ്ത് മാർഗനിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും അടങ്ങുന്ന സർക്കാർ ഉത്തരവുകളുടെ കാലാവധി അത് 1 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാനും ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. വർഷ. ശരി, നിർണായകമായ തീരുമാനങ്ങളാണ്. എസ് ശ്രീജയാണ് വിവരങ്ങൾ നൽകിയത്.